Hi friends, welcome to Ejimendo. In this video, we are going to start a new playlist for the subject Artificial Intelligence based on the 2019 Scheme KTU syllabus. അപ്പോൾ നമുക്കിതിൽ നമ്മുടെ 5 modules-ന്റെ syllabus എന്താണെന്നുള്ളത് detail ആയിട്ട് കാണാം along with the most important topics. So let's get started. So this is the syllabus for CST 401 Artificial Intelligence. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതൊരു കോർ സബ്ജക്റ്റ് ആണ്, ക്രെഡിറ്റ് 3 ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഇതാണ് നമ്മളുടെ സിലബസ്. ഇതിൽ 5 മൊഡ്യൂൾസിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഹിസ്റ്ററി എന്താണ്, എയുടെ ഫൗണ്ടേഷൻ എന്താണ്, പിന്നെ അതുപോലെ എഐക്ക് എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, അങ്ങനത്തെ കുറെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് പക്ക തിയറിയാണ്. ഈസി ആയിട്ടുള്ള നിങ്ങൾക്ക് കംപ്ലീറ്റ് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂൾ. ഇപ്പൊ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളത് പഠിക്കും. അതുപോലെ ഫൗണ്ടേഷൻ ഓഫ് എ ഐ. ഫൗണ്ടേഷൻ ഓഫ് എ ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എ ഐ എന്ന് പറയുന്നത് നമ്മൾ ബിൽഡ് ചെയ്തേക്കുന്നത് എന്തൊക്കെ അടിസ്ഥാനത്തിലാണ്. അതായത് നമ്മൾ മാത്സ് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എ ഐ വർക്ക് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, എ ഐയുടെ ബിഹൈൻഡിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതാണ് ഫൗണ്ടേഷൻസ് ഓഫ് എ ഐയിൽ പഠിക്കാനുള്ളത്. ദെൻ കംസ് എ ഹിസ്റ്ററി ഓഫ് എ ഐ. അപ്പൊ ഹിസ്റ്ററി ഓഫ് എ ഐ എന്ന് പറയുന്നത് കുറെ മൈൽ സ്റ്റോൺസ്, അതായത് ഓരോ ഇയറിലും എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ ഉള്ള കുറെ മൈൽ സ്റ്റോൺസ് ആണ് നമ്മൾ ഹിസ്റ്ററി ഓഫ് എ ഐയിൽ കാണുന്നത്. പിന്നെ അതുപോലെ എ ഐക്ക് എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ഉണ്ടെന്നുള്ളത് കാണാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഫസ്റ്റ് മൊഡ്യൂളിനെ രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എ ഐനെ പറ്റിയിട്ട് പറയണ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സെക്കൻഡ് ഹാഫിൽ നമ്മൾ കാണുന്നത് ഇന്റലിജന്റ് ഏജൻസിനെ പറ്റിയിട്ടാണ്. ഒരു ഏജന്റ് എന്താണ്, അതുപോലെ ഏജന്റിന്റെ എൻവയൺമെന്റ്, ഏജൻസിന്റെ എൻവയൺമെന്റ് എങ്ങനെയാണ്, ഒരു ഏജന്റ് എങ്ങനെയാണ് ഗുഡ് ബിഹേവിയർ, ഒരു ഏജന്റിന്റെ ബിഹേവിയർ എങ്ങനെയാണ്, അതുപോലെ നേച്ചർ ഓഫ് എൻവയൺമെന്റ്, ഏജന്റിന്റെ വർക്ക് ചെയ്യുന്ന ഒരു എൻവയൺമെന്റ് ഇല്ലേ അതിന്റെ നേച്ചർ എങ്ങനെയാണ്, അതുപോലെ തന്നെ നമ്മുടെ ഏജന്റിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്. അങ്ങനെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നമ്മൾ ഏജൻസിനെ പറ്റിയിട്ടാണ് നോക്കുന്നത്. അപ്പൊ ഈ ഒരു മൊഡ്യൂളിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്യെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ ഫസ്റ്റ് ഹാഫിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഭാഗത്ത് മെയിൻ ആയിട്ട് വരാറുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഡിഫൈൻ ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ ഇനി നെക്സ്റ്റ് മൊഡ്യൂൾസിൽ നെക്സ്റ്റ് വീഡിയോസിൽ നമ്മൾ കാണും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നമ്മൾ 4 തരത്തിൽ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോ ആ 4 കാറ്റഗറീസ് എന്താണെന്ന് ചോദിച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിൽ ഏതെങ്കിലുമൊക്കെ ഒരു കാറ്റഗറി സ്പെഷ്യൽ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അങ്ങനെ ആ ഒരു 4 അപ്രോച്ചസ്, 4 ഡിഫറെന്റ് അപ്രോച്ചസ് ഓഫ് എ ഐ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വാട്ട് ഈസ് എ ഐ എന്ന് പറയുന്നതിലാണ് ആ ഒരു 4 അപ്രോച്ചസ് വരുന്നത്. അതുപോലെ പിന്നെ ചോദിച്ചു കണ്ടേക്കുന്നതാണ് ഹിസ്റ്ററി ഓഫ് എ ഐ. അപ്പൊ ഹിസ്റ്ററി ഓഫ് എ ഐ എന്ന് പറയുന്നത് 2 തവണ ചോദിച്ചിട്ടുള്ളതാണ്. അത് ഒരു 5 മാർക്സിനൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഹിസ്റ്ററി ഓഫ് എ ഐയിൽ നിങ്ങൾ ഒരുപാട് അങ്ങനെ വാരി വലിച്ച് എഴുതണ്ട, കുറച്ച് മൈൽ സ്റ്റോൺസ് പഠിച്ചു വെക്കുക. അതായത് ഓരോ ഇയറിലും എന്തൊക്കെ ഇൻവെൻഷൻസ് ആണ് നടന്നേക്കുന്നത്, എയുടെ കാര്യത്തിൽ എന്തൊക്കെ മൈൽ സ്റ്റോൺസ് ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ കുറച്ച് മൈൽ സ്റ്റോൺസ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അല്ലാണ്ട് ഒരുപാട് വാരി വലിച്ച് ലെങ്തി ആയിട്ടൊന്നും ഹിസ്റ്ററി പഠിക്കണ്ട. അതേപോലെ തന്നെ ഫൗണ്ടേഷൻസ് ആണെങ്കിലും എന്തൊക്കെയാണ് അതിന്റെ ഫൗണ്ടേഷൻസ് എന്നുള്ളത് ഒരു ബ്രീഫ് ആയിട്ട് പഠിച്ചാൽ മതി. ഒരു 5 മാർക്സിലൊക്കെ ചോദിക്കുമ്പോൾ എഴുതാൻ പറ്റുന്ന രീതിയിൽ മാത്രം നിങ്ങൾ ഫൗണ്ടേഷൻസും ഹിസ്റ്ററിയും പഠിച്ചാൽ മതി. അതേപോലെ പല തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്ലിക്കേഷൻസ് ഓഫ് എ ഐ. എ ഐയുടെ അപ്ലിക്കേഷൻസ് എവിടെയൊക്കെ നമുക്ക് എ ഐ യൂസ് ചെയ്യാൻ പറ്റും, അതും പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇവിടെ എ ഐയുടെ 4 അപ്രോച്ചസ് പറഞ്ഞില്ലേ, ആ 4 അപ്രോച്ചസിന്റെ അകത്ത് ഒരു അപ്രോച്ചിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ട്യൂറിംഗ് ടെസ്റ്റ്. അപ്പൊ ഈ ട്യൂറിംഗ് ടെസ്റ്റ് അപ്രോച്ച് എന്താണ്, അതുപോലെ തന്നെ ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അത് സ്പെഷ്യൽ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് ഫസ്റ്റ് ഹാഫിൽ വരുന്നത്. ഇനി ഫസ്റ്റ് മൊഡ്യൂളിന്റെ സെക്കൻഡ് ഹാഫിലോട്ട് പോവുകയാണെങ്കിൽ, അതായത് ഏജൻസിന്റെ കേസിൽ വരികയാണെങ്കിൽ ഏജന്റ് എന്താണ്, റാഷണൽ ഏജന്റ് എന്താണ്, അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഏജന്റ്സ് ഉണ്ട്. ഇപ്പോ സിമ്പിൾ റിഫ്ലെക്സ്, മോഡൽ ബേസ്ഡ്, ഗോൾ ബേസ്ഡ്, അങ്ങനെ ഡിഫറെന്റ് മോഡൽസ് നമ്മൾ പഠിക്കുന്നുണ്ട് ഏജന്റ്സിന്റെ. ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഏജന്റ്സ് ഏതാണ്, അത് കുറെ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 4 ടൈപ്സ് ഓഫ് ഏജന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത്. അതേപോലെ തന്നെ ഏജന്റിന്റെ എൻവയൺമെന്റ്, ഏജന്റിന്റെ എൻവയൺമെന്റ് എങ്ങനെയാണ്, എൻവയൺമെന്റിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്, ഇതൊക്കെ പല തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
അതേപോലെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട വേറൊരു ടോപ്പിക്കാണ് പീസ്, PEAS. എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണും. അപ്പൊ എക്സാമിന് പീസ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടും അതേപോലെ ഇപ്പൊ നമുക്കൊരു പ്രോബ്ലം തന്നിട്ട് അതിന്റെ പീസ് ഏതൊക്കെയാണെന്നുള്ളത് PEAS അത് ഓരോന്നും എന്താണെന്ന് സ്പെസിഫൈ ചെയ്യാൻ പറഞ്ഞുകൊണ്ടൊക്കെ ക്വസ്റ്റ്യൻസ് കാണാം. ഫോർ എക്സാമ്പിൾ ഒരു സെൽഫ് ഡ്രൈവിംഗ് കാറിന്റെ പീസ് എന്താണ്, ഒരു ഓപ്ഷനിൽ എന്തെങ്കിലും ഒരു ഐറ്റത്തിന്റെ ബിഡിങ് നടക്കണം, അപ്പൊ അതിന്റെ പീസ് എന്താണ്, അങ്ങനെ പീസ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് 3 മാർക്സിനും 5 മാർക്സിനും ഒക്കെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 1 നിങ്ങൾ നോക്കേണ്ടത്. നൗ മൂവിങ് ഓവർ ടു ദ സെക്കൻഡ് മൊഡ്യൂൾ. സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിംഗ് ആണ്. അതായത് നമുക്കിപ്പോ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിനെ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. നമ്മളല്ല, ആക്ച്വലി ഏജൻസ്. ഇപ്പൊ ഇന്റലിജന്റ് ഏജൻസിന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ അങ്ങനെ ഒരു ഇന്റലിജന്റ് ഏജന്റിന്റെ കയ്യിൽ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഏജന്റ് ആ പ്രോബ്ലത്തിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിന്റെ ഗോളിലോട്ടേക്ക് അത് എത്തണത്. അപ്പൊ അതിന് ഒരു പ്രോബ്ലം കിട്ടിയാൽ അതിന്റെ സൊല്യൂഷനിലോട്ടേക്ക് എത്താൻ വേണ്ടി കുറെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടാവും. കുറെ സൊല്യൂഷൻസ് ഉണ്ടാവുമ്പോ ഏത് സൊല്യൂഷനെ ചൂസ് ചെയ്യണം, ഏത് പാത്തിൽ കൂടി പോയാലാണ് കറക്റ്റ് സൊല്യൂഷനിലോട്ടേക്ക് എത്തുക, പാത്തിനെ കണ്ടുപിടിക്കുന്നതാണ് മൊഡ്യൂൾ 2 പഠിക്കാനുള്ളത്. അതിന് നമ്മൾ സെർച്ചിങ് എന്ന് പറയും. ഇതാണ് സോൾവിങ് പ്രോബ്ലംസ് ബൈ സെർച്ചിങ്. ഏത് പാത്തിൽ കൂടി പോയാലാണ് ബെസ്റ്റ് സൊല്യൂഷൻ കിട്ടുക, അല്ലെങ്കിൽ ഏത് പാത്തിൽ കൂടി പോയാലാണ് നമുക്ക് എളുപ്പത്തിൽ സൊല്യൂഷൻ കിട്ടുക, അതിനെ സെർച്ച് ചെയ്യുന്നത്, അതാണ് സോൾവിങ് പ്രോബ്ലംസ് ബൈ സെർച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ മെയിൻ ആയിട്ട് കുറെ സെർച്ച് അൽഗോരിതംസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഈ മൊഡ്യൂളിൽ കാണാം സോൾവിങ് പ്രോബ്ലംസ് ബൈ സെർച്ചിങ്, അതുപോലെ പ്രോബ്ലം സോൾവിങ് ഏജന്റ്. ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിയാൽ അതിനെ സോൾവ് ചെയ്യുന്ന ഏജൻസിനെ പറ്റി പഠിക്കും. പിന്നെ കുറച്ച് എക്സാമ്പിൾ പ്രോബ്ലംസ് കാട്ടുന്നുണ്ട്. ഇതിലാണ് നമ്മൾ 8 ക്വീൻസ് പ്രോബ്ലം, 8 പസിൽ പ്രോബ്ലം, അങ്ങനെ കുറെ എക്സാമ്പിൾ പ്രോബ്ലംസ് നമ്മൾ ഈ ഒരു പോർഷനിൽ കാണും. അതും എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ 8 പസിൽ ആയാലും 8 ക്വീൻസ് ആയാലും ഒക്കെ അങ്ങനത്തെ ഒരു പ്രോബ്ലത്തിന്, 8 ക്വീൻസ് പ്രോബ്ലത്തിനെ ഫോർമുലേറ്റ് ചെയ്യാൻ പറഞ്ഞൊക്കെ എക്സാമിന് ഉണ്ടായിട്ടുള്ളതാണ്. അതേപോലെ ഒരു പ്രോബ്ലത്തിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, അതായത് കോമ്പണൻസ് ഓഫ് എ വെൽ ഡിഫൈൻഡ് പ്രോബ്ലം, എന്തൊക്കെയാണ് വെൽ ഡിഫൈൻഡ് പ്രോബ്ലത്തിന്റെ കോമ്പണൻസ്, അതും റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതുപോലെ സെർച്ചിങ് ഫോർ സൊല്യൂഷൻസ്, നമ്മൾ സൊല്യൂഷൻസിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്നത്. ഈ ഒരു പോർഷനിൽ ഇനി അങ്ങോട്ടേക്കാണ് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് വരുന്നത്. അതായത് ഈ ലാസ്റ്റത്തെ 3 പോർഷൻസ്, അതായത് അൺഇൻഫോംഡ് സെർച്ച് ഉണ്ട്, ഇൻഫോംഡ് സെർച്ച് ഉണ്ട്. അതേപോലെ ഈ സെർച്ചിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത്. അപ്പൊ ഈ 3 ടോപ്പിക്കാണ് ഈ ഒരു മൊഡ്യൂളിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇപ്പൊ അൺഇൻഫോംഡ് സെർച്ച് എന്ന് പറയുന്നതിൽ ഡിഫറെന്റ് സെർച്ച് ടെക്നിക്സ് ഉണ്ട്. ഇപ്പൊ BFS, DFS, നിങ്ങൾക്ക് നോർമലി നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ള മെത്തേഡ്സ് ഒക്കെ തന്നെയാണ്. ഇപ്പൊ ഡാറ്റ സ്ട്രക്ചേഴ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കുറച്ച് ഗ്രാഫ് സെർച്ചിങ് അൽഗോരിതംസ് ഇല്ലേ, ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് BFS, അതേപോലെ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് DFS, അങ്ങനത്തെ കുറച്ച് അൽഗോരിതംസ്, ഗ്രാഫ് സെർച്ച് മെത്തേഡ്സ് ആണ് ഈ ഒരു അൺഇൻഫോംഡ് സെർച്ച് സ്ട്രാറ്റജീസിൽ വരുന്നത്. അത് തന്നെ എക്സാമിന് ചിലപ്പോൾ നമുക്കൊരു ഗ്രാഫ് തന്നിട്ട് ഇന്നതാണ് നമ്മളുടെ ഇനീഷ്യൽ നോഡ് അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേറ്റ് ഇന്നതാണ്, നമുക്ക് എത്തേണ്ട ഗോൾ സ്റ്റേറ്റ് ഇതാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന മെത്തേഡ്, ഇപ്പൊ BFS യൂസ് ചെയ്താൽ നിങ്ങൾ ഏത് പാത്തിൽ കൂടിയാണ് സൊല്യൂഷനിൽ എത്തുക, അല്ലെങ്കിൽ DFS യൂസ് ചെയ്താൽ നിങ്ങൾ ഏത് പാത്തിൽ കൂടിയാണ് സൊല്യൂഷനിൽ എത്തുക, അങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ഇൻഫോംഡ് സെർച്ച് സ്ട്രാറ്റജീസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് A സ്റ്റാർ എന്ന് പറയുന്ന ഒരു അൽഗോരിതം. A സ്റ്റാർ, അതുപോലെ ഗ്രീഡി, അതായത് ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച്, അങ്ങനെ കുറച്ച് അൽഗോരിതംസ് ആണ് നമ്മൾ ഇൻഫോംഡിൽ പഠിക്കുന്നത്. പിന്നെ നമുക്ക് ഈ അൺഇൻഫോംഡും ഇൻഫോംഡും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ടോപ്പിക് ആണ് ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ എന്താണ്, അതിന്റെ എക്സാമ്പിൾ എന്താണെന്നൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. അതേപോലെ മൊഡ്യൂൾ 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നമ്മൾ ഈ A സ്റ്റാർ പറഞ്ഞില്ലേ, A സ്റ്റാറിന്റെ ഒപ്റ്റിമാലിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യാന്ന് പറയുന്നത്. ഒപ്റ്റിമാലിറ്റി എന്ന് പറയുന്നത് സെർച്ച് ടെക്നിക്കിന്റെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു മെഷർ ആണ് ഒപ്റ്റിമാലിറ്റി. അതായത് ഒരു സെർച്ച് അൽഗോരിതത്തിന്റെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഡിഫറെന്റ് ടെക്നിക്കുകൾ എന്തൊക്കെയാണ്, അതിൽ ഒരെണ്ണമാണ് നമ്മൾ ആ അൽഗോരിതം ഒപ്റ്റിമൽ ആണോ നോക്കുന്നത്. അതേപോലെ 2-3 മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു സെർച്ച് അൽഗോരിതത്തിന്റെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതും റിപ്പീറ്റഡ് ആയിട്ട് ആസ്ക് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നൗ മൂവിങ് ഓവർ ടു ദ തേർഡ് മൊഡ്യൂൾ. തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ആക്ച്വലി സെക്കൻഡ് മൊഡ്യൂളിന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെയാണ്. അതായത് തേർഡ് മൊഡ്യൂളിലും നമ്മൾ സെർച്ചിനെ പറ്റി തന്നെയാണ് പഠിക്കുന്നത്.
പക്ഷെ ഇവിടെ നമ്മൾ കുറച്ചും കൂടി കോംപ്ലക്സ് എൻവയൺമെന്റിൽ സെർച്ച് ഇൻ കോംപ്ലക്സ് എൻവയൺമെന്റ്സ് ഇതാണ് നമ്മൾ തേർഡ് മൊഡ്യൂളിൽ കാണുന്നത്. സോ നമ്മൾ തേർഡ് മൊഡ്യൂളിൽ കൺസിഡർ ചെയ്യുന്നത് അഡ്വേഴ്സേറിയൽ സെർച്ച് ആണ്. അഡ്വേഴ്സേറിയൽ സെർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഗെയിംസ്. ഇപ്പൊ ഗെയിംസ് ഒക്കെ വരുമ്പോൾ എന്താ, നമുക്ക് ലൈവ് ആയിട്ട് ആ ഒരു സമയത്ത് ഡിസിഷൻസ് എടുക്കേണ്ടി വരും അല്ലെ. ഒപ്റ്റിമൽ ഡിസിഷൻസ് ഇൻ ഗെയിംസ് അതെങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ കാണുന്നത്. അതായത് ഇപ്പോ നമുക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ വെറുതെ കിട്ടിയാൽ പോരാ, നമുക്ക് ഓപ്പണന്റിനെ ബീറ്റ് ചെയ്യണം, റൈറ്റ്? അപ്പൊ അതിന് വേണ്ടിയിട്ട് ക്വിക്ക് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടി വരും. അതുപോലെ മറ്റാളുടെ സ്കോറിനെ മിനിമൈസ് ചെയ്യുന്ന രീതിയിൽ, നമ്മളുടെ സ്കോറിനെ മാക്സിമൈസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഡിസിഷൻസ് എടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കോംപ്ലക്സ് എൻവയൺമെന്റിലെ സൊല്യൂഷൻസിനെ സെർച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, അതാണ് നമ്മൾ തേർഡ് മൊഡ്യൂളിൽ കാണുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള രണ്ട് ഇമ്പോർട്ടന്റ് അൽഗോരിതംസ് ആണ് മിനിമാക്സ് അൽഗോരിതം, ആൽഫ ബീറ്റ പ്രൂണിങ്. അപ്പൊ ഈ രണ്ട് ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് എന്തായാലും ഒരു എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒന്നിക്ക് മിനിമാക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ആൽഫ ബീറ്റ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ രണ്ടെണ്ണം തമ്മിൽ ഓർ ആയിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഈ രണ്ട് ടോപ്പിക് മിനിമാക്സ് ആയാലും ആൽഫ ബീറ്റ ആയാലും തിയറി ആയിട്ട് ചോദിക്കാറുണ്ട്. ഇല്ലസ്ട്രേറ്റ് വിത്ത് ആൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് തിയറി ആയിട്ട് എക്സാമ്പിൾ സഹിതം എഴുതാൻ പറഞ്ഞും കാണാറുണ്ട്. ഇല്ലെങ്കിൽ നമുക്കൊരു ഗ്രാഫ് തന്നിട്ട്, ഗ്രാഫ് അല്ല ഐ മീൻ ഒരു ട്രീ പോലത്തെ തന്നിട്ട് അതിന്റെ അകത്ത് ആൽഫ ബീറ്റ പ്രൂണിങ് ചെയ്ത് കാട്ടാൻ പറയും. അല്ലെങ്കിൽ അതിന്റെ അകത്ത് മിനിമാക്സ് യൂസ് ചെയ്തിട്ടുള്ള മാക്സിമം സ്കോർ എത്രയെന്ന് കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ, ഒരു പ്രോബ്ലമാറ്റിക് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇപ്പൊ ഇതാണ് തേർഡ് മൊഡ്യൂളിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ഹാഫിൽ നമ്മൾ കാണാൻ പോകുന്നത് കൺസ്ട്രെയിന്റ് സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലംസ് ആണ്. CSP എന്ന് ഷോർട്ട് ആയിട്ട് പറയും. അപ്പൊ അതിൽ നമ്മൾ CSP എന്താണെന്നുള്ളത്, ഡിഫൈനിങ് CSP, അതായത് CSP എന്താണെന്നുള്ളത് കാണും. അതേപോലെ കൺസ്ട്രെയിന്റ് പ്രൊപ്പഗേഷൻ എന്താണെന്ന് കാണാം. പിന്നെ ബാക്ക് ട്രാക്കിംഗ് സെർച്ച്, CSPയിൽ ബാക്ക് ട്രാക്കിംഗ് സെർച്ച് എന്താണെന്നുള്ളതും കാണാം. അതേപോലെ CSP പ്രോബ്ലത്തിന്റെ സ്ട്രക്ചർ എന്താണെന്ന് കാണാം. CSPയുടെ പോർഷനിൽ മെയിൻ ആയിട്ട് വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു പ്രോബ്ലത്തിനെ ഫോർമുലേറ്റ് ചെയ്യാൻ പറയും. അതായത് നമുക്ക് കുറച്ച് കൺസ്ട്രെയിൻസ് ഒക്കെ തരും, എന്നിട്ട് ആ കൺസ്ട്രെയിൻസിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യാൻ പറയും. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഒരു ക്ലാസ് ഷെഡ്യൂളിംഗിന്റെ പ്രോബ്ലം തരാം, അല്ലെങ്കിൽ ഒരു ജോബ് ഷെഡ്യൂളിംഗിന്റെ പ്രോബ്ലം തരാം. അങ്ങനെ കുറച്ച് കൺസ്ട്രെയിൻസ് തന്നിട്ട് നമ്മളോട് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് പറയാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് CSP എന്ന് വരാറുണ്ട്. അതല്ലെങ്കിൽ CSPയുടെ കോമ്പണൻസ് ഓഫ് CSP എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതേപോലെ CSPയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കൺസിസ്റ്റൻസി. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺസിസ്റ്റൻസി ഇൻ CSP. ഇപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ആർക്ക് കൺസിസ്റ്റൻസി ഉണ്ട്, നോഡ് കൺസിസ്റ്റൻസി ഉണ്ട്, പാത്ത് ഉണ്ട്, ലോക്കൽ കൺസിസ്റ്റൻസി ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺസിസ്റ്റൻസീസ് ഉണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം പ്രത്യേകമായിട്ട് എടുത്തു ചോദിച്ച് കാണാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു 3 or 4 ടൈപ്സ് ഓഫ് കൺസിസ്റ്റൻസീസ് എഴുതാൻ പറഞ്ഞ് കാണാറുണ്ട്. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ഓഫ് CSP ആണ്. അതേപോലെ തന്നെ ഇതിന്റെ അകത്ത് ഒരു പ്രോബ്ലം ആയിട്ട് വരാൻ പറ്റുന്ന ഒരു പോർഷൻ ആണ് സ്ക്രിപ്റ്റ് അരിത്തമെറ്റിക് പ്രോബ്ലം. നമുക്ക് മൊഡ്യൂൾ 4 എന്താണെന്നുള്ളത് നോക്കാം. മൊഡ്യൂൾ 4ൽ വരുന്നത് നോളജ് റെപ്രസെന്റേഷൻ ആണ്. മൊഡ്യൂളിൽ നമ്മൾ മെയിൻ ആയിട്ട് ലോജിക്കിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അതായത് ലോജിക്കൽ ഏജന്റ് എന്താണെന്നുള്ളത്, നോളജ് ബേസ്ഡ് ഏജന്റ് എന്താണെന്നുള്ളതും, ലോജിക്കിൽ തന്നെ നമ്മൾ പ്രൊപ്പോസിഷണൽ ലോജിക്ക് പഠിക്കാനുണ്ട്, അതുപോലെ ഫസ്റ്റ് ഓർഡർ ലോജിക്ക് പഠിക്കാനുണ്ട്. ലോജിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നമ്മളുടെ നോളജ് ബേസിന്റെ അകത്ത്, അതായത് ഒരു ഏജന്റ് ഉണ്ടെങ്കിൽ ഏജന്റിന്റെ കയ്യിൽ ഒരു നോളജ് ബേസ് ഉണ്ടായിരിക്കും. അതിൻ്റെ അകത്താണ് ഈ ഏജന്റ് ഉണ്ടാക്കിയെടുക്കുന്ന എല്ലാ നോളേജും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുന്നത്. നോളേജ് എന്ന് പറഞ്ഞാൽ എന്താ? നോളേജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും. കുറെ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഒരു സെറ്റ് ആണ് നോളേജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ്സിനെ ഈ നോളേജ് ബേസിന്റെ അകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണ്, അതാണ് നോളേജ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. നോളേജിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ നോളേജ് ബേസിന്റെ അകത്ത് നമ്മൾ നോളേജിനെ റെപ്രസെന്റ് ചെയ്യുന്നത് യൂസിങ് ലോജിക് ആണ്. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതാണ് പ്രൊപ്പോസിഷണൽ ലോജിക്. പ്രൊപ്പോസിഷണൽ ലോജിക് എന്ന് പറയുന്നത് ഏറ്റവും ആറ്റോമിക് ആയിട്ടുള്ള സെന്റൻസസ്, സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസസിനെയാണ് നമ്മൾ പ്രൊപ്പോസിഷണൽ ലോജിക് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കാണാറില്ലേ, ഇഫ് ഇറ്റ് റെയിൻസ് ടുഡേ ഇറ്റ് വിൽ ബി ഹ്യൂമിഡ്. അപ്പൊ അതിന് നമ്മൾ എങ്ങനെയാണ്, ഇപ്പൊ PQ എന്ന് പറയുന്ന നൊട്ടേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ അതിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അതാണ് ലോജിക് എന്ന് പറയുന്നത്. അപ്പൊ നോർമൽ സെന്റൻസസ് ആണ് തന്നേക്കണമെങ്കിൽ അത് പ്രൊപ്പോസിഷണൽ ലോജിക് വെച്ചിട്ട് നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി മോർ ദാൻ വൺ സെന്റൻസസ് ഉണ്ടെങ്കിൽ, അതായത് 2 or more അറ്റോമിക് സെന്റൻസുകൾ ഉണ്ട്, ഇവരെ തമ്മിൽ കമ്പൈൻ ചെയ്താണ് നമുക്ക് ലോജിക് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻസ്.
പ്രൊപ്പോസിഷണൽ ലോജിക്കിൽ തന്നെ വരുന്നതാണ് കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻസ്. അപ്പൊ ഇങ്ങനെ നമ്മൾ സിമ്പിൾ സെന്റൻസുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺജങ്ഷൻസ്, ഡിസ്ജങ്ഷൻസ്, ഇംപ്ലിക്കേഷൻസ് അതൊക്കെ യൂസ് ചെയ്യും. കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സിമ്പിൾ ഇല്ലേ, ആൻഡിന്റെ സിമ്പിൾ. അതുപോലെ ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുമ്പോൾ ഓറിന്റെ സിമ്പിൾ. ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഇംപ്ലൈസ്. അപ്പൊ ഇതുപോലത്തെ സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്സിനെ കമ്പൈൻ ചെയ്ത് ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ അതൊക്കെ വരുന്നത് നമ്മുടെ പ്രൊപ്പോസിഷണൽ ലോജിക്കിന്റെ അകത്താണ്. അതേപോലെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രൊപ്പോസിഷണൽ തിയറം പ്രൂവിങ്. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ കുറെ കോൺസെപ്റ്റ്സ് പഠിക്കുന്നുണ്ട്. അതായത് സാറ്റിസ്ഫയബിൾ, കുറെ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് വരും. എന്നിട്ട് അത് സാറ്റിസ്ഫയബിൾ ആണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, ടോട്ടോളജി ആണോ, ടോട്ടോളജി മീൻസ് അത് എപ്പോഴും ട്രൂ ആണെങ്കിൽ നമ്മൾ ടോട്ടോളജി എന്ന് പറയും, എപ്പോഴും ഫോൾസ് ആണെങ്കിൽ നമ്മൾ കോൺട്രഡിക്ഷൻ എന്ന് പറയും. ഇനി ടോട്ടോളജിയും അല്ല കോൺട്രഡിക്ഷനും അല്ല എന്നാണെങ്കിൽ നമ്മൾ അതിനെ കണ്ടിൻജൻസി എന്ന് പറയും. അപ്പൊ അങ്ങനെ കുറെ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ട് നമ്മളോട് ടോട്ടോളജി ആണോ, വാലിഡ് ആണോ, സാറ്റിസ്ഫയബിൾ ആണോ എന്നൊക്കെ പറഞ്ഞ് ചെക്ക് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അപ്പൊ അതൊക്കെ നമുക്ക് ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഇംപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട്, എൻടെയിൽമെന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ നമുക്ക് ഈ 4th മൊഡ്യൂളിൽ കാണാം. പിന്നെ വരുന്നതാണ് ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് ലോജിക്ക്. അതായത് ഈ പ്രൊപ്പോസിഷണൽ ലോജിക്കിന് കുറെ ഡീമെറിറ്റ്സ് ഉണ്ട്. അതായത് പ്രൊപ്പോസിഷണൽ ലോജിക്ക് വെച്ചിട്ട് നമുക്ക് ട്രൂ ഓർ ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് മാത്രമാണ് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ തന്നെ പ്രൊപ്പോസിഷണൽ ലോജിക്കിൽ നമുക്ക് ക്വാണ്ടിറ്റി റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഡീമെറിറ്റ്സിനൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് ലോജിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് ലോജിക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ ലോജിക്ക്, FOL, ഫസ്റ്റ് ഓർഡർ ലോജിക്ക്. അപ്പൊ ഫസ്റ്റ് ഓർഡർ ലോജിക്ക് വരുമ്പോൾ നമ്മൾ കുറെ ക്വാണ്ടിഫയേഴ്സ് പഠിക്കും. അതായത് ഫോർ ഓൾ എന്ന് പറയുന്ന ക്വാണ്ടിഫയർ, എക്സിസ്റ്റ് സം എന്ന് പറയുന്ന ക്വാണ്ടിഫയർ. അപ്പൊ അങ്ങനത്തെ കുറെ ക്വാണ്ടിഫയേഴ്സ് ഒക്കെ നമ്മൾ ഫസ്റ്റ് ഓർഡർ ലോജിക്കിൽ പഠിക്കും. ചില സെന്റൻസുകളിൽ നമ്മൾ ഫോർ ഓൾ, എക്സിസ്റ്റ് സം, അറ്റ്ലീസ്റ്റ് വൺ, അങ്ങനത്തെ ഒക്കെ ടേംസ് യൂസ് ചെയ്തിട്ടുള്ള സെന്റൻസുകൾ ഉണ്ടാവും. അപ്പൊ ആ സെന്റൻസുകളെ നമുക്ക് പ്രൊപ്പോസിഷണൽ ലോജിക്കിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ആ കേസസിലാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ ലോജിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ഓർഡർ ലോജിക്കിന്റെ സിന്റാക്സ് എന്താണ്, അതിന്റെ സിമാന്റിക്സ് എന്താണ്, അത് വെച്ച് എങ്ങനെയാണ് നോളജ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് യൂണിഫിക്കേഷൻ. യൂണിഫിക്കേഷൻ ആൻഡ് ലിഫ്റ്റിംഗ്, ഫോർവേഡ് ചെയിനിങ്, ബാക്ക്വേർഡ് ചെയിനിങ്, റെസൊല്യൂഷൻ. ഇപ്പൊ ഫോർവേഡ് ചെയിനിങ് ആൻഡ് ബാക്ക്വേർഡ് ചെയിനിങ് 1-2 തവണ ഇപ്പൊ ചോദിച്ചിട്ടുണ്ട്. സർക്കിൾ എക്സാമിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു, റെഗുലർ എക്സാമിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ യൂണിഫിക്കേഷൻ ആൻഡ് റെസൊല്യൂഷൻ, അതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ട് അതിനെ FOL കൺവേർട്ട് ചെയ്യാൻ പറയും, FOL CNF കൺവേർട്ട് ചെയ്യാൻ പറയും. CNF എന്ന് പറഞ്ഞാൽ കൺജങ്ക്റ്റീവ് നോർമൽ ഫോം. അപ്പൊ FOL CNF കൺവേർട്ട് ചെയ്യാൻ പറയും. അതേപോലെ തന്നെ ഈ തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിന്റെ റെസൊല്യൂഷൻ പ്രൂഫ് ചെയ്യാൻ പറയും. റെസൊല്യൂഷൻ പ്രൂഫ് കണ്ടുപിടിക്കാൻ പറയാനൊക്കെ essay ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാവുന്നതാണ്. അതേപോലെ FOL എഴുതാന്, FOL CNF ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ, ഇതൊക്കെ essay പോർഷനിൽ വരാവുന്ന പ്രോബ്ലംസ് ആണ്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊഡ്യൂൾ 4 സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പോർഷൻസ്, ഇപ്പൊ നോളജ് ബേസ്ഡ് ഏജൻസ് എന്താണെന്നൊക്കെ ഉള്ള ആ ഒരു കുറച്ച് പോർഷൻസ്, നോളജ് ബേസ്ഡ് ഏജന്റ് എന്താണ്, അതിന്റെ വർക്കിംഗ് എന്താണ്, അങ്ങനത്തെ ചെറിയ ടോപ്പിക്സ് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ പൊതുവെ ഇതൊരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള മൊഡ്യൂളാണ്. കൂടുതലും പ്രോബ്ലംസ് ആണ് ഇതിൽ ചോദിക്കാറുള്ളത്. അതുപോലെ നമുക്ക് ഈ പ്രൊപ്പോസിഷണൽ ലോജിക്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട്, അതായത് കുറച്ച് അറ്റോമിക് സെന്റൻസുകൾ തന്നിട്ട് നമ്മളോട് മോസ്റ്റ് ജനറൽ യൂണിഫയർ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാം. അത് കുറെ തവണ ഇങ്ങനെ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ മോസ്റ്റ് ജനറൽ യൂണിഫയർ ഇഫ് എക്സിസ്റ്റ്. പിന്നെ അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കാണ് മോഡസ് പോണൻസും മോഡസ് ടോളൻസും. മോഡസ് പോണൻസ്, മോഡസ് ടോളൻസ്, അപ്പൊ അതും ഒരു തവണ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് 4th മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഇനി 5th മൊഡ്യൂൾ എന്ന് പറയുന്നത് അത് ആക്ച്വലി മെഷീൻ ലേണിംഗ് കോൺസെപ്റ്റ്സ് ആണ്. അപ്പൊ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന സബ്ജക്ട് ഓൾറെഡി നിങ്ങൾക്ക് ഈ ഒരു സെമസ്റ്ററിൽ പഠിക്കാനുണ്ടായിരിക്കും അല്ലെ. S7 നിങ്ങൾക്ക് ഓൾറെഡി ഇലക്റ്റീവ് ആയിട്ടാണ് മെഷീൻ ലേണിംഗ് ഉള്ളത്. അപ്പോ എല്ലാ കോളേജസും മെഷീൻ ലേണിംഗ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പൊ കുറെ കുട്ടികളെങ്കിലും ഇപ്പൊ മെഷീൻ ലേണിംഗ് ഈ ഒരു സെമ്മിൽ പഠിക്കുന്നുണ്ടാവും. അപ്പൊ ആ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നതിന്റെ തന്നെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഇതിൽ മെയിൻ ആയിട്ട് ഡിഫറെന്റ് ഫോംസ് ഓഫ് ലേണിംഗ്, സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഉണ്ട്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ഉണ്ട്, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് ഫോംസ് ഓഫ് ലേണിംഗ് ഉണ്ട്. അപ്പൊ അതാണ് ഇതിലെ ഫസ്റ്റ് ടോപ്പിക്കിൽ വരുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഇതിന്റെ അകത്ത് ഡിഫറെന്റ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് ടെക്നിക്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഡിഫറെന്റ് ഫോംസ് ഓഫ് ലേണിംഗ് ഏതൊക്കെയാണെന്നുള്ളത് ചോദിക്കാം. പിന്നെ ഈ ലേണിംഗിന്റെ സമയത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ജനറലൈസേഷൻ എന്താണ്,
ക്രോസ് വാലിഡേഷൻ എന്താണ്, ഓവർ ഫിറ്റിംഗ് എന്താണ്, അണ്ടർ ഫിറ്റിംഗ് എന്താണ്, അങ്ങനത്തെ ചെറിയ ചെറിയ ടോപ്പിക്സ്, അതൊക്കെ ഒരു 3 മാർക്സിന് ചോദിക്കാവുന്ന കുറച്ച് ടോപ്പിക്സ് ആണ്. പിന്നെ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഡിസിഷൻ ട്രീസ്. ഡിസിഷൻ ട്രീസിൽ നിന്ന് മിക്കവാറും ഒരു പ്രോബ്ലം വരാനായിട്ട് ചാൻസ് ഉണ്ട്. നമുക്ക് കുറെ ആട്രിബ്യൂട്ട്സ് ഒക്കെ തന്നിട്ടുണ്ടാവും. എന്നിട്ട് ആ ആട്രിബ്യൂട്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എൻട്രോപ്പീസ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ എൻട്രോപ്പി എന്ന് പറയുന്നതും ഈ ഒരു മൊഡ്യൂളിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കാം, എൻട്രോപ്പി എന്താണെന്ന് ചോദിക്കാം. പിന്നെ എൻട്രോപ്പി ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിസിഷൻ ട്രീസിന് ID3 എന്ന് പറയുന്ന ഒരു അൽഗോരിതം ഇതിന്റെ അകത്ത് പഠിക്കാനുണ്ട്. അപ്പൊ ഡിസിഷൻ ട്രീസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ഡിസിഷൻസ് എടുക്കുന്നത്, എങ്ങനെയാണ് ലേണിംഗ് വരുന്നത്, ഏത് ആട്രിബ്യൂട്ടിനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ടോപ്പിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡിസിഷൻ ട്രീ. അതേപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവാലുവേറ്റിംഗ് ആൻഡ് ചൂസിങ് ദ ബെസ്റ്റ് ഹൈപ്പോത്തസിസ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ബെസ്റ്റ് ഹൈപ്പോത്തസിസിനെ ചൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് കുറെ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഓൾസോ ദ നെക്സ്റ്റ് വൺ ഈസ് റിഗ്രഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ വിത്ത് ലീനിയർ മോഡൽസ്. അപ്പൊ ഇതില് റിഗ്രഷൻ എന്താണെന്നും പഠിക്കണം, ക്ലാസിഫിക്കേഷൻ എന്താണെന്നും പഠിക്കണം. റിഗ്രഷനും ക്ലാസിഫിക്കേഷനും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതിന്റെ ഡിഫറൻസസ് എന്താണെന്നുള്ളത് ചോദിക്കാം. അതേപോലെ ക്ലാസിഫിക്കേഷൻ യൂസിങ് ലോജിസ്റ്റിക് റിഗ്രഷൻ, ലീനിയർ ക്ലാസിഫിക്കേഷൻ യൂസിങ് ലോജിസ്റ്റിക് റിഗ്രഷൻ, അത് 2 തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ലോജിസ്റ്റിക് റിഗ്രഷൻ അതെന്താന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. പിന്നെ ഇതിന്റെ അകത്ത് കണ്ടേക്കുന്ന വേറൊരു ടോപ്പിക്കാണ്, ഈ ഒരു മൊഡ്യൂളിന്റെ അകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് ഒക്കാംസ് റേസർ പ്രിൻസിപ്പിൾ. ഒക്കാംസ് റേസർ പ്രിൻസിപ്പിൾ എന്താന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യണം. കാരണം ഈ ഒരു ടോപ്പിക് ഇതും 3 മാർക്സിനൊക്കെ ചോദിച്ച് കണ്ടേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത്. ആൻഡ് ദ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ഫോളോയിങ് ഈസ് ദിസ് വൺ, Stuart Russell and Peter Novick's Artificial Intelligence, A Modern Approach, 3rd edition. അപ്പൊ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഈ ടെക്സ്റ്റ് ബുക്ക് ആക്ച്വലി ഞാൻ വാങ്ങിയിട്ടുണ്ട് ആൻഡ് ഐ ബോട്ട് ഇറ്റ് ഫ്രം ആമസോൺ. സോ ഞാൻ ആമസോണിൽ ജസ്റ്റ് കാട്ടിത്തരാം. ഓക്കെ, ഇതാണ് ആ ഒരു ബുക്ക്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് 3rd edition ബൈ പിയേഴ്സൺ, മോഡേൺ അപ്രോച്ച്. അപ്പൊ ഈ ഒരു ബുക്ക് ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ്, 1800 ആണ് അതിന്റെ റേറ്റ് വരുന്നത്. കുറച്ച് വലിയ ബുക്കാട്ടോ ഇത്. ഇത് ഒരുപാട് പേജസ് ഉണ്ട്, ഏകദേശം 1100 പേജസോളം ഉള്ളൊരു വലിയ നല്ല കനമുള്ള ഒരു ബുക്കാണ്. അപ്പൊ ഇതിന്റെ അകത്ത് നിങ്ങളുടെ എല്ലാ മൊഡ്യൂൾസും ഇതിൽ നല്ലപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കംപ്ലീറ്റ് സബ്ജക്ട് പഠിക്കാനായിട്ട് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്താൽ മതിയാവും. പക്ഷെ ഈ ഒരു ടെക്സ്റ്റിന്റെ ഒരു 1/4 പോർഷൻസ് പോലും നിങ്ങളുടെ സിലബസിൽ ഇല്ല. ആക്ച്വലി ഈ ടെക്സ്റ്റിന്റെ അകത്ത് നമുക്ക് കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് കുറെ ടോപ്പിക്സ് ഉണ്ട്. സോ ഇഫ് യു വാണ്ട് ടു ഗോ ഫർദർ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു M.Tech ഒക്കെ ചെയ്യണമെങ്കിൽ, ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നിങ്ങൾക്ക് ഒരു M.Tech ഒക്കെ എടുക്കണം, അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് വേറെ പ്രോജക്ട്സ് ഒക്കെ ചെയ്യണം, അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്ട്രാ റീഡിംഗ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ബുക്ക് വാങ്ങാവുന്നതാണ്. ഈ ബുക്ക് കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും അത് അതിനുള്ള ഒരു വർത്തി ആയിട്ടുള്ള ഒരു ബുക്കാണ്. സോ ദിസ് ഈസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എ മോഡേൺ അപ്രോച്ച് 3rd edition. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ഇപ്പൊ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിന്റെ എത്രത്തോളം പഠിക്കാനുണ്ട്, എത്രത്തോളം വാസ്റ്റ് ആണ്, എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഒക്കെ ഉള്ളതിനെ പറ്റി ഒരു റഫ് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് ഓരോ ടോപ്പിക്സ് ആയിട്ട് കാണാം. Okay, so this is me Naufla TS signing off from Edumendo. Thank you.